ഹലോ, വെൽക്കം ടു മൈ ചാനൽ. 2-3 ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടന്നത് ഒരു വ്ളോഗാക്കിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിപ്പോൾ അന്നമോളുടെയും സാറയുടെയും മുടി വെട്ടാൻ പോകുന്നതാണ്. ഞങ്ങളിവിടെ ബെലീസ എന്ന് പറഞ്ഞൊരു സലൂണുണ്ട്, അവിടെയാണ് പോയിരിക്കുന്നത്. അപ്പം സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം സാറ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുന്നില്ല, അവളിങ്ങനെ കറങ്ങി നടക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അന്നേനെ വിളിച്ചു. അപ്പം അന്നയ്ക്ക് ലെയർ കട്ട് വെട്ടാൻ വേണ്ടിയായിരുന്നു. ഓൾറെഡി അവളൊരു ഫോട്ടോയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കാണിച്ച് അവരൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ ഹെയർ വാഷ് ചെയ്യുന്നതാണിത്. സാറയുടെ മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ സാറയുടെ ഈ ഉള്ള ലെങ്ത് ഒന്ന് ഷോർട്ട് ചെയ്യുക, അത് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നത്. എപ്പോഴും പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് മുടി അങ്ങ് പറ്റ വെട്ടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സാറയുടെ. അപ്പോൾ അത് ഹന്നയുടെ ഇങ്ങനെ ഒരു ലെയർ കട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓരോ ലെയറായിട്ട് അവരത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മുടി വെട്ടുന്ന മൊത്തം ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പം മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞത് അവർ സെറ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പം ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇഷ്ടമായല്ലേ നമ്മൾ കാണിച്ചു കൊടുത്ത അതേപോലെ തന്നെ വന്നല്ലേ. ബാക്ക് വശം കാണിച്ച് കുറച്ച് ഷോർട്ട് ചെയ്തു, പക്ഷെ നൈസ്. നമുക്ക് സാറയുടെ സാറിന് ഷോർട്ട് ചെയ്യാനാവുള്ളൂ. അപ്പം മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ലിജോ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ലിജോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. സാറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓട്ടോയിൽ പോകാനായിട്ട്. അപ്പോൾ സാറയുടെ മുടി ഞാൻ നന്നായിട്ടൊന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാറയ്ക്ക് അത് ഓക്കെ ഇഷ്ടമായെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞങ്ങൾ പ്രവിത്താനത്തേക്ക് പോവുകയാണ്. മമ്മിയൊക്കെ കോഴിക്കോട് വരെ ജിമ്മയുടെ കൂടെ പോയിരിക്കുക. അപ്പം നമുക്ക് ഓറിയയ്ക്ക് ഫുഡ് കൊടുക്കാനുണ്ട്, പിന്നെ അവിടുത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. അപ്പം മമ്മി 2-3 ദിവസത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കണം. ഞാൻ ലിജോയ് മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ ഇന്ന് അവധി ആയതുകൊണ്ട് പിന്നെ ഓറിയയ്ക്ക് ഫുഡ് കൊടുക്കണം. എനിക്ക് ഫുഡ് കൊടുക്കാൻ പേടിയാണ്. ഓറിയയ്ക്ക് ഫുഡ് കൊടുക്കണം. ഞാനും ജിമ്മിയും ഓറിയയ്ക്ക് ഫുഡ് കൊടുക്കാറില്ല. ലിജോയും അല്ലെങ്കിൽ അപ്പു, പിന്നെ മമ്മി കൊടുക്കും. അപ്പം ഇന്ന് ഓറിയയ്ക്ക് ഫുഡും കൊടുക്കണം. ഞങ്ങൾ വെള്ളം ഒഴിക്കുവാണ്. നിങ്ങൾ മമ്മിയുടെ പച്ചക്കറി കൃഷിയാണ്. അതെ കുറച്ചുണ്ട്. ഇത് മമ്മി തൈ വളരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് വഴുതനങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. വഴുതനങ്ങയുണ്ട്, പിന്നെ കാന്താരി മുളകുണ്ട്, കുറ്റിക്കുരുമുളക് വന്നിട്ടുണ്ട്. അതിനകത്ത് പാവയ്ക്കും വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ചോണ്ട് പോയാലോ? പിന്നെ പച്ചമുളക്. മമ്മി ഡ്രമ്മിനകത്ത് കരിയാപ്പില വെച്ചിട്ടുണ്ട്. ഇത് ഡ്രമ്മിനകത്ത് മമ്മി ഇത് വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ ഉണ്ട്, ചീരയുണ്ട്, വെണ്ടയുണ്ട്. അത് ഈ സൈഡിൽ. പിന്നെ ഇത് അപ്പുറത്തെ സൈഡിലുണ്ട് നമുക്ക് കുറച്ച്. അവിടെ നമുക്ക് തക്കാളിക്കയും പിന്നെ എന്താ ഇവിടെ നമുക്ക് ഓർക്കിഡ് മമ്മി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കിഡ് കൃഷിയാണത്. ഇത് ഓർക്കിഡിനകത്ത് പൂവുണ്ട്. ഇതൊക്കെ പൂവൊക്കെ ആയി വരണം, സെറ്റായി വരണം. നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പയറുണ്ട്, പാവയ്ക്കുണ്ട്, കോവല് ആയി വരുന്നുള്ളൂ. പാവയ്ക്ക വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മിഞ്ചുണ്ട്. പിന്നെ ഈ ഇതെന്നാ ആഫ്രിക്കൻ മല്ലിയില അതുണ്ട്, പുതിനയിലുണ്ട്, പിന്നെ തക്കാളിക്കുണ്ട്. അത് ഞാൻ കാണിച്ചു. ഈ പാവയ്ക്ക നമുക്ക് കൊണ്ടുപോയാലോ? നാളത്തേക്ക് നിൽക്കുമല്ലോ. പിന്നെ തക്കാളിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞു. ടൊമാറ്റോ നമ്മൾ എടുത്തുകൊണ്ട് വന്നായിരുന്നു ഇന്നലെ. ടൊമാറ്റോ ഉണ്ട്, പയറുണ്ട്. പിന്നെ മമ്മിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ കിട്ടും. അതായത് നമുക്ക് വെണ്ടയ്ക്ക പിന്നെ ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ നമുക്കിവിടെ ഇതന്നെ കച്ചാർവാഴയുണ്ട്. പിന്നെ അവിടെ കുക്കുംബറുണ്ട്. നമുക്ക് 1-2 കുക്കുംബറൊക്കെ നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ഇതാണ്ട് അവിടെ കുക്കുംബറുണ്ട്. അപ്പം നമ്മളിതാ ഒരു സെറ്റ് നമ്മൾ പച്ചക്കറിത്തോട്ടത്തിന് എല്ലാത്തിനും വെള്ളം ഒഴിച്ചു. ഇനി കുറച്ച് ചെടികൾക്കും കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഉണ്ട്. സ്നേക്ക് പ്ലാന്റിനൊന്നും നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. പിന്നെ നമുക്കിവിടെ വേറെ ഉള്ളത് ഇതാ ബൊഗെയിൻവില്ല നമുക്കുണ്ട്. ബൊഗെയിൻവില്ല നമുക്ക് കുറച്ച് കളേഴ്സിലായിട്ട് മമ്മി ഇവിടെ വെച്ചിട്ടുണ്ട്. പിങ്കിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഏത് ഷെയ്ഡാണ് വരുന്നത്? നമുക്കൊരു ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു പിങ്കും പീച്ചും കൂടെ ബ്ലെൻഡായിട്ട് വരുന്ന
ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ബൊഗൈൻവില്ലയുടെ കുറച്ച് ഷെയ്ഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് റെഡിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു പിങ്ക്, രണ്ടും കൂടെ ഇങ്ങനെ ബ്ലെൻഡായിട്ട് നല്ല രസമില്ല കാണാനായിട്ട്. റെഡ് അല്ല, ഒരു ഓറഞ്ച് എന്ന് പറയാം അല്ലേ. ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ്. പിന്നെ ഇതാ നമ്മളവിടെ ഇങ്ങനെ കോളാമ്പി പൂ വെച്ചിട്ടുണ്ട്. പ്രദക്ഷിണം കൂടെ റെഡിയായോ? ഇന്ന് സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ പ്രദക്ഷിണം വരുന്നുണ്ട് നമ്മുടെ ഈ വഴിക്ക് അല്ലേ. സാറയുടെ മുടിയെല്ലാം കളഞ്ഞത്. സാറ സൂപ്പറായില്ലേ ഇപ്പോൾ? ഇഷ്ടപ്പെട്ടോ ഈ ഹെയർ കട്ട്? എല്ലാവരും എന്നാ പറഞ്ഞു സാറാ? ജോക്കൂട്ടനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അന്നയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എപ്പോഴും സാറയുടെ അല്ലേ. സാറൊക്കെ എപ്പോഴും പനിയും ജലദോഷമൊക്കെ അതിന് മുടി കുറയ്ക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ചെയ്തതാ. അന്നയുടെ ഹെയർ എന്ന് കാണിച്ചാൽ ഇന്നലെ സ്റ്റൈൽ ചെയ്തതിന് കുറച്ച് ഡിഫറൻസ് ഇച്ചിരിയൊക്കെ ആയിട്ടുണ്ടല്ലേ. മറ്റേ ലെയർ കട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വന്നു അല്ലേ. നല്ലായിരുന്നു അല്ലേ. പ്രദക്ഷിണത്തിന് മോനൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ദേശീയ വൈബ്സ് തന്നെ. നമുക്കിപ്പോൾ സദ്യ ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഇരുട്ടി കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിട്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം സന്ധ്യ ആകുമ്പോഴത്തേനും എത്തുമായിരിക്കും. തിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ കുറച്ച് ഇരുണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ തിരി കത്തിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ജോക്കുട്ടനെ കണ്ടില്ലല്ലോ. റെഡി ആവുന്നേ ഉള്ളൂ. ഞാനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇതിലൂടെ പ്രദക്ഷിണം ഇപ്പോൾ പോകും. ഇപ്പോഴല്ല, കുർബാന കഴിഞ്ഞതേ ഉള്ളൂ. കുർബാന കഴിഞ്ഞിട്ട് പോകും. അപ്പം തിരിയൊക്കെ കത്തിക്കാനുണ്ട്. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരി കത്തിക്കാനുണ്ട്. ഇവിടെ വരുന്ന വൈകുന്നേരം അല്ലേടാ. എടാ അവിടെ നിന്ന് ഒരു തിരി എടുത്ത് കത്തിക്കാം, അല്ലെങ്കിൽ നിൻ്റെ കൈ പൊള്ളത്തല്ലേ. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഇത് കാറ്റുണ്ട്, അതുകൊണ്ട് നമ്മൾ കത്തിച്ച് വെച്ചാലും കെട്ടുപോകുന്നുണ്ടല്ലേ. ഊതണ്ട, എന്തിനാ? ഇതാ വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറെ വിശേഷമായിട്ട് കാണാം.